ആശാവർക്കർമാരുടെ സമരത്തെ അധിക്ഷേപിച്ച് മന്ത്രി ആർ ബിന്ദു. അവര് കേന്ദ്രമന്ത്രി അവരുടെ സമരപ്പന്തലിൽ സന്ദർശിച്ചപ്പോ മണിമുറ്റത്താവണിപ്പന്തൽ എന്നാണല്ലോ അവര് പാടിയത്. അവിടെ അവർക്ക് എന്താ ഈ അവകാശങ്ങളെ കുറിച്ച് സംസാരിക്കാൻ പറ്റിയില്ല? സമയമായിട്ടില്ലല്ലോ, പ്രശ്നങ്ങൾ അവിടെ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. കേന്ദ്ര ഗവൺമെന്റിനാണ് ഇക്കാര്യത്തിൽ പ്രാഥമികമായ ഉത്തരവാദിത്വം. ഒരു കേന്ദ്രമന്ത്രി അവിടെ ചെല്ലുമ്പോ അദ്ദേഹത്തിന്റെ കൂടെ പാട്ടുപാടും ഡാൻസ് ചെയ്യുന്ന എല്ലാവരും ചെയ്യേണ്ടത്. അവരുടെ ആവശ്യങ്ങൾ അദ്ദേഹത്തിനോട് പറയാനുള്ള നട്ടെല്ല അവർക്ക് ഉണ്ടാവണം. ഞങ്ങൾക്ക് നട്ടലുള്ളതുകൊണ്ടാണ് ഈ 41 ദിവസം ഈ നിരാഹാരം കിടക്കുന്നത്. ഞങ്ങളിവിടെ വന്ന അത്ര പിടിച്ചില്ലെന്നറിയാം. സുരേഷ് ഗോപി വന്നപ്പോഴേ ഞങ്ങളെ മണിമുറ്റത്താവണി പന്തൽ പാടി. ശരിയാ, മുഖ്യമന്ത്രി എവിടെ പോയിരുന്നു? മുഖ്യമന്ത്രി വന്നായിരുന്നെങ്കിലേ ഞങ്ങൾ കള്ളിപ്പെണ്ണെ പാടിക്കൊടുക്കുമായിരുന്നു. എന്തേ വിടാതിരുന്നു? ബിന്ദുമന്ത്രി വരുന്നില്ലായിരുന്നോ? ഞങ്ങൾ പറയുമായിരുന്നു തുള്ളി തുള്ളി നടക്കുന്ന കള്ളിപ്പെണ്ണേന്ന് പാടുമായിരുന്നു. ഞങ്ങൾ സുരേഷ് ഗോപി വന്നപ്പോൾ ഞങ്ങൾ അന്തസ്സോടു കൂടി പാടി. ഇനിയും പാടും. ഇനി പാട്ടറിയണമെങ്കിൽ മുഖ്യമന്ത്രിനോട് ഇങ്ങോട്ട് വരാം. എന്തേ ഈ 41 ദിവസം ഡൽഹിയിലും അവിടെ ഇവിടെയൊക്കെ പോയി ചുറ്റിക്കറങ്ങിയല്ലോ. എന്തേ ഇവിടെ ഈ കാലിന്റെ ചോട്ടിലൊന്നും വന്ന് നോക്കാതെ? മേലിൽ ആവർത്തിക്കില്ല എന്ന് ഉറപ്പ്. അപകസിച്ച് പറയാനേ മന്ത്രിക്ക് അറിയാവൂ. മന്ത്രിയെ പഠിപ്പിച്ച സാറല്ല ഞങ്ങളെ പഠിപ്പിച്ചു. നമുക്ക് കയ്യിലെടുക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലല്ലോ. ഞങ്ങൾ അതിരുകടന്ന് പറയിക്കാൻ ഇടയാക്കാതിരിക്കാൻ പറ മന്ത്രിയോട്. കണ്ണിൽ ചോര ഉണ്ടോടി നിനക്കൊക്കെ? താവണിപ്പന്തൽ പാടി കൂടെ കളിച്ചു എന്നാണ് പറയുന്നത്. ഓരോരുത്തർ എന്നെ കൊണ്ടുവന്ന് ഇങ്ങനെ കാണിക്കും. ഞാൻ അത് അതിന് കൊടുക്കേണ്ട പുച്ഛത്തോടെ തള്ളും. ഞാൻ ജയിച്ചു, ഞാൻ ജയിച്ചു. സംസ്ഥാനത്തെ മന്ത്രി ആയിക്കോട്ടെ എന്ന് അവർക്കും വേണ്ടേ ഒരു എന്റർടൈൻമെന്റ്. നേതാവല്ലേ? അങ്ങനെയൊന്നുമില്ല. കേരളത്തിലും കേന്ദ്രത്തിലും ചെറിയൊരു പിടി പറഞ്ഞ എന്തിനാണ് ആയമ്മ വിഷമത്തിലാക്കുന്നത്? അത് നല്ല കോള്. ഇതിനേക്കാൾ വലിയ നരികളെ കയ്യിലെടുത്തിട്ടുള്ളവനല്ലേ കൃഷ്ണേട്ടൻ? മന്ത്രി ആർ ബിന്ദുവിന് നേരിട്ട് നൽകിയ സ്ഥലം മാറ്റ നിവേദനം തൃശൂരിലെ വഴിയരികിലെ മാലിന്യത്തിൽ നിന്ന് കണ്ടെത്തി. Please subscribe.